الله الرحمن الرحيم رجال لا تلهيهم تجارة ولا بيع عن ذكر الله وإقام الصلاة وإيتاء الزكاة يخافون يوما تتقلب فيه القلوب والأبصار أيها الناس أوصيكم وإياي نفسي أولا بتقوى الله رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനാ നിർദ്ദേശങ്ങൾ, അതിർവരമ്പുകൾ ജീവിതത്തിലുടനീളം സൂക്ഷ്മതയോടുകൂടി പാലിച്ചുകൊണ്ട് ജീവിക്കാൻ, ഒരു മുത്തഖിയായി ജീവിതം നയിക്കാൻ, മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി ഒരു മുവഹ്ഹിദായി കൊണ്ട് മരണപ്പെടാനും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ആ നിലക്ക് കണ്ടുമുട്ടാനും ഏറെ ഗൗരവത്തോടുകൂടി നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. അതിനേറെ ഗൗരവത്തോടുകൂടി ആദ്യമായി എന്നെയും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ അനുഷ്ഠിച്ചു പോരുന്ന എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഉണ്ടാകേണ്ടുന്ന ഇഖ്ലാസിനെ സംബന്ധിച്ചും റിയാഇനെ സംബന്ധിച്ചും ആ പ്രവർത്തനങ്ങൾ നശിപ്പിക്കുന്ന തരത്തിലുള്ള ഉജുബിനെ സംബന്ധിച്ചും അമലുകളെ കുറിച്ച് നമുക്കൊരു തൃപ്തി തോന്നലും അത് അള്ളാഹു സ്വീകരിക്കുമോ ഇല്ലേ എന്നുള്ളൊരു പേടിയും ഇതിനെ സംബന്ധിച്ചുമൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ഖുത്ബകളിൽ സംസാരിച്ചു വന്നത്. ഇനി ഒരു വ്യക്തിക്ക് നല്ല നിലക്ക് ഇഖ്ലാസോടുകൂടി ഒരു തരത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തി ഇല്ലാത്ത രൂപത്തിൽ എൻ്റെ ഒരു അമലും ഉണ്ടായിക്കൂടാ എന്ന നിയ്യത്തിൽ ഏറെ ആത്മാർത്ഥതയോടുകൂടി പ്രതിഫലം അള്ളാഹുവിൽ നിന്ന് മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് ഒരാൾ പ്രവർത്തനങ്ങൾ ചെയ്യാൻ ആരംഭിച്ചു കഴിഞ്ഞാൽ പല തരത്തിലുള്ള പ്രയാസങ്ങളായിരിക്കും ആ മനുഷ്യൻ നേരിടുക. സ്വാഭാവികമായും ഞാൻ ചെയ്യുന്ന അമലുകൾക്ക് കുറച്ച് പോരായ്മകളുണ്ടല്ലോ, എനിക്കത്ര വലിയ ഒരു ആത്മാർത്ഥത എന്നോട് തന്നെ തോന്നാത്ത ഒരു രംഗം പലപ്പോഴും തോന്നുന്നു. ഇപ്പൊ നമസ്കാരത്തിൽ ഖുശൂ ഉണ്ടായിരിക്കണമെന്ന് എനിക്കറിയാം, പക്ഷെ എത്ര ആഗ്രഹിച്ചിട്ടും എനിക്ക് നമസ്കാരത്തിൽ പലപ്പോഴും ആ ഒരു ഖുശൂ, ആ ഒരു ഭയപ്പാട്, ആ ഒരു ഭയഭക്തി എനിക്ക് നമസ്കാരത്തിൽ കിട്ടുന്നില്ല. പല ഇബാദത്തുകളെ തൊട്ടും ഞാൻ മടി കാണിക്കും. പരിശുദ്ധ ഖുർആനിന്റെ പഠനവുമായി ബന്ധപ്പെട്ട്, പരിശുദ്ധ ഖുർആനിന്റെ ഹിഫ്ളുമായി ബന്ധപ്പെട്ട്, പരിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെടുന്ന പരിശുദ്ധ ഖുർആനിന്റെ പാരായണവുമായി ബന്ധപ്പെട്ട് പലതും ഞാൻ നിയ്യത്ത് വെക്കാറുണ്ട്, പക്ഷെ പലതും എന്നെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. പലപ്പോഴും ഇബാദത്തുകളിൽ ആ തരത്തിലൊരു മടിയും, ഇബാദത്തുകളിലാകട്ടെ ഒരു ഖുശൂ ഇല്ലായ്കയും ഒരു ആത്മാർത്ഥത ഇല്ലായ്കയും എനിക്ക് പലപ്പോഴും തോന്നുന്നു. അത് ഇൽമ നേടുന്ന വിഷയത്തിലാണെങ്കിലും ഇബാദത്തുകളുടെ വിഷയത്തിലാണെങ്കിലും മറ്റേത് രംഗങ്ങളിലാണെങ്കിലും പൊതുവെ മൊത്തത്തിൽ പറഞ്ഞാൽ എനിക്കൊരു സീരിയസ്നെസ്, ഒരു ഗൗരവം പലപ്പോഴും ദീനിന്റെ വിഷയങ്ങളിൽ എനിക്ക് കിട്ടുന്നില്ല. എല്ലാ വിഷയങ്ങളിലും ഇടപെടണം എന്ന ആഗ്രഹമുണ്ട്, ആത്മാർത്ഥമായിക്കൊണ്ട് ദീനിന്റെ വിഷയങ്ങളെ കൈകാര്യം ചെയ്യണമെന്നുണ്ട്. പക്ഷെ ആ ഒരു ഗൗരവം, ആ ഒരു സീരിയസ്നെസ്, ആ ഒരു വഖാർ എനിക്ക് ദീനിന്റെ വിഷയങ്ങളിൽ എനിക്ക് കിട്ടുന്നില്ല. അതെന്തുകൊണ്ടാണ്? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാം, ലൗ തഅലമൂന മാ അഅലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറയുകയാണ്, ഈ ഒരു വിഷയത്തിന്റെ കുറവാണ് യഥാർത്ഥത്തിൽ നമുക്ക് കിട്ടാത്ത സീരിയസ്നെസ്സും നമുക്കില്ലാത്ത ഗൗരവങ്ങൾക്കുമൊക്കെയുള്ള മറുപടി ഈ പറയുന്ന ഹദീസിലുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ലൗ തഅലമൂന മാ അഅലം, നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ, നിങ്ങൾക്കറിയാമായിരുന്നുവെങ്കിൽ, മാ അഅലം, ഞാൻ അറിയുന്നത്, എനിക്കറിയാവുന്ന വിഷയങ്ങൾ, എനിക്ക് മനസ്സിലായിട്ടുള്ള വിഷയങ്ങൾ, ഞാൻ കണ്ട വിഷയങ്ങളൊക്കെ അത് നിങ്ങൾക്കും അങ്ങനെ തന്നെയായിരുന്നുവെങ്കിൽ ലദഹിക്തും ഖലീല, നിങ്ങൾ വളരെ കുറച്ച് മാത്രമേ ചിരിക്കുമായിരുന്നുള്ളൂ. വലബകൈതും കസീറ, ധാരാളമായി കൊണ്ട് നിങ്ങൾ കരയുമായിരുന്നു. അഥവാ നിങ്ങളുടെ കരച്ചിലായിരിക്കും നിങ്ങളുടെ ചിരിയേക്കാൾ, നിങ്ങളുടെ സന്തോഷത്തെക്കാൾ കൂടുതൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ലൗ തഅലമൂന മാ അഅലം,
ഞാൻ അറിയുന്നത് നിങ്ങളും അറിഞ്ഞിരുന്നുവെങ്കിൽ. തുടർന്നുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, വലാ തലദ്ദൽതും ബിന്നിസാഇ അലൽ ഫുറൂഷ്. അതെങ്ങാനും അറിഞ്ഞിരുന്നുവെങ്കിൽ പിന്നെ കിടപ്പറകളിൽ നിങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റുകയില്ല, കിടപ്പറകളിൽ നിങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിയുകയില്ല. വല ഖറജ്തും ഇല സുഅദാത്. നിങ്ങളെല്ലാം വിട്ടെറിഞ്ഞുകൊണ്ട് ഒരു ഓപ്പണായ ഒരു തുറസ്തായ പ്രദേശത്ത് ഇങ്ങനെ പോയി നിന്നുകൊണ്ട്, ഒരു മലയുടെ മുകളിൽ ഇങ്ങനെ പോയി നിന്നുകൊണ്ട് തജറൂന ഇലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനോട് വാവിട്ട് കരയുമായിരുന്നു എന്ന്. അലറിക്കൊണ്ട് അല്ലാഹുവിനോട് ഇങ്ങനെ കരയും. എന്തേ കാരണം? ഞാൻ അറിഞ്ഞിരുന്നതെങ്ങാനും നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. നോക്കൂ, ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹദീസിന്റെ ശറഹിൽ അദ്ദേഹം പറയാ, കാന സ്വഹാബത്തു യബ്കൂന ഇൻദ സമാഇ ഹാദൽ ഹദീസ്. ഈ ഹദീസ് കേൾക്കുമ്പോഴൊക്കെ സ്വഹാബത്ത് ധാരാളമായി കൊണ്ട് കരഞ്ഞിരുന്നു എന്നാണ്. എന്താണ് സഹോദരങ്ങളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ ഞാൻ അറിഞ്ഞ കാര്യങ്ങളും നിങ്ങൾ അറിയാത്ത കാര്യങ്ങളും അത് നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ, അഥവാ സ്വഹാബത്ത് കരയാനിടയായ ആ ഒരു കാര്യം എന്താണ്? ഇബ്നു അബ്ദുൽ ബർ റഹിമഹുല്ലാഹ് അദ്ദേഹം ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറയാ, ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വിഷയം അഹ്വാലുൽ മൗത്ത്, അത് മരണത്തെ സംബന്ധിച്ചാണ്, മരണത്തിന്റെ ഭയാനകതയെ സംബന്ധിച്ചാണ്. വശിദ്ദത്തുൽ ഖബർ, അത് ഖബറിന്റെ കാഠിന്യത്തെ സംബന്ധിച്ചാണ്, ഖബറിലെ ജീവിതത്തെ സംബന്ധിച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പറഞ്ഞത്. വഫസഉൽ ഖിയാമ, ഖിയാമത്ത് നാളിന്റെ ഭയാനകതയാകുന്ന ഭീതി ഉളവാക്കുന്ന ആ രംഗങ്ങളെ സംബന്ധിച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. വഅദാബു ജഹന്നം, ജഹന്നമിന്റെ കത്തിക്കാളുന്ന നരകത്തിന്റെ ആ ശിക്ഷകളെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞിരുന്നതിനെ സംബന്ധിച്ചാണ്. ഞാൻ അറിഞ്ഞത് ലൗ തഅലമൂൻ, അതെങ്ങാനും നിങ്ങളും അറിഞ്ഞിരുന്നുവെങ്കിൽ വളരെ കുറച്ച് മാത്രമേ നിങ്ങൾ ചിരിക്കുമായിരുന്നുള്ളൂ, ധാരാളമായി കൊണ്ട് നിങ്ങൾ കരയുമായിരുന്നു. എല്ലാം വിട്ടെറിഞ്ഞുകൊണ്ട് ഒരു മലയുടെ മുകളിൽ ചെന്ന് നിന്നുകൊണ്ട് അല്ലാഹുവിനോട് വാവിട്ട് നിങ്ങൾ കരയുമായിരുന്നു. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ദീനിന്റെ വിഷയങ്ങളിൽ നമ്മൾ സീരിയസ് അല്ലാത്തത്, പലപ്പോഴും പല വിഷയങ്ങളെയും നമ്മൾ ലൈറ്റാക്കി എടുക്കുന്നത്, നിസ്സാരമാക്കി എടുക്കുന്നത്, പല ഹറാമുകളുടെയും മുമ്പിൽ നമ്മൾ താഴ്ന്നു കൊടുക്കുന്നത്, പല ഹറാമുകളും നമ്മൾ കണ്ടില്ല എന്ന് വെക്കുന്നതും അതിൻ്റെയും ഒക്കെ കാരണമെന്ന് പറയുന്നത് ഇതാണ്. പലതും നമുക്ക് കാണാൻ കഴിയാത്തത് കൊണ്ടാണ്, പലതും നമ്മൾക്ക് അറിയാത്തത് കൊണ്ടാണ്, അതല്ലെങ്കിലും അറിയുന്നതും പലപ്പോഴും നമ്മൾ അറിയാതെ നടിക്കുന്നത് കൊണ്ടാണ്. ഇമാം ഖുർത്തുബി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയാ, ലൗ അലിംതും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പറഞ്ഞത് മാ യകൂനു ബഅദൽ മൗത്ത്, മരണത്തോടുകൂടി ആരംഭിക്കുന്ന ആ ഒരു ജീവിതത്തിന്റെ രംഗങ്ങളെ ഓർത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പറഞ്ഞത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നമുക്കറിയാം, അക്സിറു ദിക്ർ ഹാദിഹിമുൽ ലദ്ദാത്ത്, അക്സിറു ദിക്ർ, നിങ്ങൾ ധാരാളമായി കൊണ്ട് ഓർക്കണം, ഹാദിഹിമുൽ ലദ്ദാത്ത്, നിങ്ങളുടെ സുഖങ്ങളെ തകർത്തെറിയുന്ന, നിങ്ങളുടെ സന്തോഷങ്ങൾക്ക് ഫുൾ സ്റ്റോപ്പ് ഇടുന്ന, നിങ്ങളുടെ എല്ലാ ആസ്വാദനങ്ങളെയും അടിച്ചു തകർക്കുന്ന മരണത്തെ സംബന്ധിച്ച് ധാരാളമായി കൊണ്ട് നിങ്ങൾ ഓർക്കേണ്ടതുണ്ട്. ജീവിതത്തിൽ ചിരികൾ കുറയും, തമാശകൾ കുറയും, ദീനിന്റെ വിഷയങ്ങളെ നമ്മൾ സീരിയസ് ആക്കി എടുക്കും, നമ്മുടെ നമസ്കാരത്തിൽ ഖുശൂ വരും, നമ്മുടെ എല്ലാ ഇബാദത്തുകളിലെയും മടികൾ പതിയെ പതിയെ നീങ്ങി തുടങ്ങും. എപ്പോ? നരകത്തെ സംബന്ധിച്ചും ആ മരണത്തിനു ശേഷം എന്താണോ വരാനിരിക്കുന്നത് ആ രംഗങ്ങളെയൊക്കെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആനിലും ഹദീസിലും വന്നതൊക്കെ ഏറെ ഗൗരവത്തോടുകൂടി നമ്മൾ പഠിക്കാൻ തയ്യാറായാൽ നമ്മുടെ ദീനിന്റെ വിഷയങ്ങളിൽ നമുക്ക് ഗൗരവങ്ങൾ ഉണ്ടാകും. പല വിഷയങ്ങളിലെയും മടികൾ നമ്മളിൽ നിന്ന് നീങ്ങും. എന്നിട്ടോ മിൻ സുആലിൽ മലക്കൈൻ, ആ മരണത്തിനു ശേഷം ആ ഖബർ ജീവിതത്തിൽ ആ രണ്ട് മലക്കുകൾ വന്നിരുന്ന് അവന്റെ ഇടതും വലതും വന്നിരുന്നു കൊണ്ടുള്ള ആ ചോദ്യങ്ങളെ സംബന്ധിച്ച് അവൻ ഒന്നിരുന്ന് തദബ്ബുർ ചെയ്തിരുന്നെങ്കിൽ, ഒന്നിരുന്ന് ചിന്തിച്ചിരുന്നുവെങ്കിൽ അവൻ ധാരാളമായി കൊണ്ട് കരയുമായിരുന്നു. വളീഖിൽ ഖബർ, അതിനുശേഷം അവൻ അനുഭവിക്കാനിരിക്കുന്ന ആ ഖബറിലെ ഇടുക്കത്തെ സംബന്ധിച്ച്, ആ ഖബർ അവനെ ഇടുക്കാനിരിക്കുന്ന ആ ഇറുക്കത്തെ സംബന്ധിച്ച് അവനൊന്നിരുന്ന് ചിന്തിച്ചിരുന്നുവെങ്കിൽ അവൻ ജീവിതത്തിൽ പല രംഗങ്ങളിലും പല ഹറാമുകളുടെയും മുന്നിൽ തല ഉയർത്തിയത് വേണ്ട എന്ന് പറയാനുള്ള ധൈര്യം അവന് കിട്ടുമായിരുന്നു. വശുദ്ധത്തിൽ ഹിസാബ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ നാളെ അവൻ ഇങ്ങനെ നിൽക്കുമ്പോ അവന്റെ വലത് കൈകളിലേക്കോ ഇടത് കൈകളിലേക്കോ പറന്നെത്താനുള്ള അവന്റെ കിതാബുകളെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുമ്പോ ഓരോ അമലുകളും ഇങ്ങനെ നിരത്തി വെച്ചുകൊണ്ട് ഓരോ അമലിനെ പറ്റിയുമുള്ള ചോദ്യങ്ങളെ സംബന്ധിച്ച്, ആ ഹിസാബിനെ സംബന്ധിച്ച് അവൻ എങ്ങാനും ഗൗരവത്തോടുകൂടി ചിന്തിച്ചിരുന്നുവെങ്കിൽ
അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല നരകക്കാരെയും സ്വർഗക്കാരെയും വേർതിരിച്ചുകൊണ്ട് ഓരോ ആളുകളെയും നരകത്തിലേക്കും സ്വർഗത്തിലേക്കും ഇങ്ങനെ തിരിച്ചുവിടുന്ന ഒരു രംഗത്തെ സംബന്ധിച്ച് ആ സ്വർഗക്കാരിങ്ങനെ നടന്നു പോകുമ്പോ ഞാനും ആ സ്വർഗക്കാരുടെ കൂട്ടത്തിലായിരുന്നുവെങ്കിൽ എന്ന ആളുകൾ കൊതിച്ചുകൊണ്ട് ആ സ്വർഗക്കാരെ നോക്കുന്ന ഒരു രംഗമെങ്ങാനും അവന്റെ മനസ്സിൽ ഇങ്ങനെ തെളിഞ്ഞിരുന്നുവെങ്കിൽ അവൻ ദീനിന്റെ വിഷയങ്ങളിൽ കുറച്ചുകൂടെ സീരിയസ് ആകുമായിരുന്നു. പല രംഗങ്ങളിലും അവന് മടിയുണ്ടാകുമായിരുന്നില്ല. അങ്ങനെ നരകത്തെ സംബന്ധിച്ചും ആ മരണത്തിന് ശേഷമുള്ള മരണത്തെ സംബന്ധിച്ചും മരണത്തിന് ശേഷമുള്ള അവന്റെ ഖബർ ജീവിതത്തെ സംബന്ധിച്ചും ഹിസാബിനെ സംബന്ധിച്ചും ജഹന്നമിനെ സംബന്ധിച്ചുമൊക്കെ അവൻ ശരിക്കിരുന്ന ആ രംഗങ്ങളൊക്കെ അവന്റെ കണ്ണിലൂടെ ഒന്ന് പാഞ്ഞിരുന്നെങ്കിൽ അവൻ ധാരാളമായി കൊണ്ട് കരയുമായിരുന്നു. അവന്റെ കളിയും ചിരിയും തമാശകളുമൊക്കെ ധാരാളമായി കൊണ്ട് കുറയുമായിരുന്നു. മഹാനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് ഉദ്ധരിക്കുന്ന സ്വഹീഹായ ഒരു അസറിൽ നമുക്ക് കാണാം. അദ്ദേഹം പറയാ, ലൗ യഅലമു അഹദുക്കും, നിങ്ങളിൽ ഒരാൾ അറിഞ്ഞിരുന്നുവെങ്കിൽ, നിങ്ങളൊന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ ഹഖീഖത ജഹന്നം, ജഹന്നമിന്റെ ഹഖീഖത്തിനെ സംബന്ധിച്ച്, ജഹന്നം എന്ന കത്തിക്കാളുന്ന സഈറിന്റെ ആ അദാബിനെ സംബന്ധിച്ച്, അതിന്റെ ഹഖീഖത്തിനെ സംബന്ധിച്ച് നിങ്ങളെങ്ങാനും ഒന്ന് അറിഞ്ഞിരുന്നെങ്കിൽ. സഹോദരങ്ങളെ, നരകമുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. ഈ അസറിൽ പറയുന്ന സ്വഹാബിയും നരകത്തിൽ വിശ്വസിക്കുന്നുണ്ട്. പിന്നെ എന്താണ് ഹഖീഖത ജഹന്നം? ആ നരകത്തിന്റെ കത്തിക്കാളുന്ന നരകാഗ്നി, ആ സിറാത്ത് പാലത്തിനെ സംബന്ധിച്ചൊക്കെ അതിന്റെ ഹഖീഖത്ത്, അതിന്റെ യാഥാർത്ഥ്യമായ ആ ഒരു ബോധം, ആ സിറാത്ത് പാലത്തിലൂടെ കാലുവെച്ച് നടക്കേണ്ടയാളാണ് ഞാൻ, ഇതേ കാലുകൊണ്ട് ഇതേ ശരീരം കൊണ്ട് അല്ലാഹുവിന്റെ മുന്നിൽ ഞാൻ നാളെ നടക്കേണ്ടവനാണ് എന്ന ഒരു ബോധം അവനുണ്ടായിരുന്നുവെങ്കിൽ അവന്റെ ശബ്ദം നിലച്ചു പോകുമാറ് അവൻ വാവിട്ട് അലറിക്കരയുമായിരുന്നു എന്നാണ്. ആ ഹഖീഖത ജഹന്നം, ആ ജഹന്നമിന്റെ നരകത്തിന്റെ കാഠിന്യമെങ്ങാനും അവന് യഥാർത്ഥത്തിൽ മനസ്സിലായിട്ടുണ്ട് എങ്കിൽ അവൻ വാവിട്ട് നിലവിളിച്ചുകൊണ്ട് കരയുമായിരുന്നു. അവന്റെ സൗണ്ട് ബോക്സ് അടിച്ചു പോകുമാർ, അവന്റെ ശബ്ദം നിലച്ചു പോകുമാർ, അവൻ വാവിട്ട് കരയുമ്പോൾ ശബ്ദം പുറത്തേക്ക് വരാത്ത രൂപത്തിൽ അലറി കരഞ്ഞുകൊണ്ട് അവൻ അവന്റെ ശബ്ദത്തെ അവസാനിപ്പിക്കും. ഇവിടുന്ന് പറയാം, അവന്റെ നടുവൊടിയുമാർ, അവന്റെ മുതുകൊടിഞ്ഞു പോകുമാർ അവൻ നമസ്കരിക്കുമായിരുന്നു. എന്തേ പ്രശ്നം? അവൻ നരകത്തെ സംബന്ധിച്ച് അറിയില്ല, അവൻ നരകത്തെ സംബന്ധിച്ച് മനസ്സിലാക്കിയില്ല. അവൻ അനുഭവിക്കാനിരിക്കുന്ന ആ ശിക്ഷയുടെ കാഠിന്യത്തെക്കുറിച്ച് ഒരു അല്പമെങ്കിലും അതിന്റെ യാഥാർത്ഥ്യം അവന്റെ ഉള്ളിലേക്ക് കടന്നു ചെന്നിട്ടുണ്ട് എങ്കിൽ പല വിഷയങ്ങളിലും നമുക്ക് സീരിയസ് ഉണ്ടാകും, ഗൗരവങ്ങൾ ഉണ്ടാകും നമ്മുടെ ജീവിതത്തിൽ. സഹോദരങ്ങളെ, ഏറെ ഗൗരവത്തോടു കൂടി നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, യുഅ്താ ബി അൻഅമി അഹ്ലി ദുനിയ മിൻ അഹ്ലി നാരി യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ നരകക്കാരായ ഒരു മനുഷ്യനെ കൊണ്ടുവരും. അന്ന് ഹിസാബിന്റെ സമയം നരകത്തിന്റെ ഒരാളെ കൊണ്ടുവരും. ആ വ്യക്തിയുടെ പ്രത്യേകത എന്താ? അഹ്ലി ദുനിയ, അവൻ ദുനിയാവിന്റെ ഒരാളായിരുന്നു. യുഅ്താ ബി അൻഅമി അഹ്ലി ദുനിയ, ഈ ദുനിയാവിൽ ഏറ്റവും കൂടുതൽ സുഖങ്ങൾ അനുഭവിച്ച ഒരു മനുഷ്യൻ. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം വിശദീകരിക്കുക, അക്സരിഹിം തറഫ, ഏറ്റവും കൂടുതൽ സുഖലോലുപനായി എൻജോയ്മെന്റിൽ ഈ ഭൂമിയിൽ ജീവിച്ച ഒരു മനുഷ്യൻ, ഏറ്റവും കൂടുതൽ സന്തോഷത്തോടുകൂടി എല്ലാ സൗകര്യങ്ങളോടും കൂടി, നല്ല ഒരു വീടും നല്ല വാഹനങ്ങളും, ഉദ്ദേശിച്ചതെല്ലാം, ജീവിതത്തിൽ ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ, ഇഷ്ടമുള്ള യാത്രകൾ ചെയ്യാൻ, എന്ത് ചെയ്യണമെന്ന് ആഗ്രഹിച്ചാലും അതിന് സമ്പത്തും അതിന് സൗകര്യവും ആരോഗ്യവും ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ. അവന്റെ എല്ലാ വിഷയങ്ങളും അവന് എളുപ്പമായിരുന്നു. അവൻ ജീവിതത്തിൽ ഒരു പ്രയാസവും അനുഭവിച്ചിട്ടില്ല, ഒരു ദുരിതവും അവൻ അനുഭവിച്ചിട്ടില്ല, ഒരു രോഗവും അവനെ പ്രയാസപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ ഒരു മനുഷ്യൻ വന്നാൽ അവന്റെ റിസ്കിന്റെ വിഷയത്തിൽ വിശാലമായി റിസ്ക് നൽകപ്പെട്ട ഒരു മനുഷ്യൻ, അങ്ങനെ ഒരു മനുഷ്യനുണ്ട് എങ്കിൽ, അവൻ നരകക്കാരനാണ് എങ്കിൽ ആ മനുഷ്യനെ കൊണ്ടുവരും. എന്നിട്ട് ആ മനുഷ്യനെ ആ നരകത്തിൽ ജസ്റ്റ് ഒന്ന് മുക്കിയെടുക്കും. ജസ്റ്റ് ഒരു മൊമെന്റ്, നിമിഷങ്ങൾ പോലും നീണ്ടു നിൽക്കാത്ത ഒരു സമയത്തേക്ക് അവനൊന്ന് മുക്കിയെടുക്കും. അവിടെ ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയാ, അസ്സബഗതു ഗംസതുൻ സരീഅതുൻ, വേഗം
അല്പ ദിവസം അവിടെ നിൽക്കാനോ അങ്ങനൊന്നുമല്ല. ലാ മുക്ത ഫീഹ, അതിന് കുറച്ചു സമയം താമസിക്കാനോ ഒരു ദിവസമോ ഒരു മണിക്കൂറോ ഒരു മിനിറ്റോ ഒരു സെക്കൻഡോ അല്ല. വെറുതെ ഒന്നാ നരകത്തിലൊന്നവനെ മുക്കിയെടുത്ത് കഴിഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് ഒരു ചോദ്യം ചോദിക്കും. യാ ഇബ്നു ആദം, ഓ ആദമിന്റെ മകനെ, ഹൽ റഅയ്ത ഖൈറൻ ഖത്ത്, നീ നിന്റെ ജീവിതത്തിൽ എന്നെങ്കിലും എപ്പോഴെങ്കിലും ഖൈറിനെ നീ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ, ജീവിതത്തിലൂടെ നീളം എളുപ്പമുണ്ടായിരുന്ന, വിശാലമായ റിസ്ഖുണ്ടായിരുന്ന, ലക്ഷൂറിയസ് ആയ ലൈഫ് ആസ്വദിച്ച ആ എൻജോയ്മെന്റിന്റെ മനുഷ്യൻ, ആസ്വാദനങ്ങളുടെ മനുഷ്യൻ, അവൻ പറയും ലാ യാ റബ്ബി, ജീവിതത്തിലൂടെ നീളം ഒരിക്കലും റബ്ബെ ഞാൻ ഖൈർ എന്താണെന്ന് അറിഞ്ഞിട്ടില്ല, സുഖം എന്താണെന്ന് എന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഞാൻ അറിഞ്ഞിട്ടില്ല, ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. സഹോദരങ്ങളെ, ഇതാണ് ദുനിയാവിന്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. നമ്മൾ അനുഭവിക്കുന്ന ഈ സുഖ സൗകര്യങ്ങളാകട്ടെ, നമ്മൾ കിടന്നുറങ്ങുന്ന AC റൂമുകളാകട്ടെ, നമ്മൾ സഞ്ചരിക്കുന്ന വാഹനങ്ങളാകട്ടെ, നമ്മുടെ വീടുകളാകട്ടെ, നമ്മുടെ ജോലികളാകട്ടെ, എന്താകട്ടെ, ഇതിനെല്ലാമുള്ള ആയുസ് എന്ന് പറയുന്നത് നരകത്തിലെ കേവലം ഒരു മുക്കിയെടുക്കൽ മാത്രമാണ്. നരകത്തിൽ ഒന്ന് മുക്കിയെടുത്താൽ അവൻ മറന്നു പോകാനുള്ളതേ ഉള്ളൂ ഈ ജീവിതത്തിന്റെ എല്ലാ സൗകര്യങ്ങളും എന്നാണ് ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി ഹദീസിന്റെ ശറഹിൽ തുടർന്നുകൊണ്ട് അദ്ദേഹം പറയാ, വ ഇന്ന ഗംസതൻ വാഹിദതൻ, ഒരൊറ്റ മുക്കല് മതി അവനെ ഒന്നാം നരകത്തിലൂടെ ഒന്ന് മുക്കിയെടുത്തു കഴിഞ്ഞാൽ തുദ്ഹിബു ജമീഅ നഈമി ദുനിയ വതൻഷി, അവനെല്ലാം മറന്നു. ഈ ദുനിയാവിന്റെ എല്ലാ സുഖങ്ങളും ആ ഒരൊറ്റ മുക്കിയെടുക്കലോടുകൂടി അവൻ മറന്നു. സുറൂറഹ വറാഹതഹ, അവന്റെ സന്തോഷങ്ങളും അവന്റെ ആസ്വാദനങ്ങളും എല്ലാം അവൻ മറന്നിരിക്കുന്നു. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സീരിയസ് അല്ലാത്തത് നമ്മുടെ ഹൃദയങ്ങൾ ദുനിയാവിലേക്ക് ധാരാളമായി കൊണ്ട് ബന്ധിക്കപ്പെട്ടിട്ടുണ്ട്. അതാണ് കാരണം. നരകത്തിനെ സംബന്ധിച്ചും മരണത്തെ സംബന്ധിച്ചും ഖബർ ജീവിതത്തെ സംബന്ധിച്ചും ഹിസാബിനെ കുറിച്ചൊന്നും ഓർക്കാൻ, അതിന്റെ യാഥാർത്ഥ്യങ്ങളെ ഒന്ന് മനസ്സിലാക്കാൻ, മനസ്സിരുത്തി കുറച്ചു സമയം ഇരുന്ന് ആലോചിക്കാനും അതിന്റെ ഭയാനകതയും ഭീതി ഉളവാക്കുന്ന രംഗങ്ങളുമൊക്കെ ഹദീസിലും ഖുർആനിലും പറഞ്ഞത് നമ്മൾ ഹൃദയത്തിലൂടെ ഇരുന്നൊന്ന് സങ്കല്പിച്ചൊന്ന് ഓടിച്ചു നോക്കി നമ്മൾ ആ നരകത്തിൽ ഉണ്ടാകുന്ന ഒരു രംഗത്തെ സംബന്ധിച്ച്, ആ സിറാത്ത് പാലത്തിലൂടെ സഞ്ചരിക്കുന്നതിനെ സംബന്ധിച്ചൊക്കെ ഉള്ള ഒരു രംഗങ്ങൾ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോയാൽ ഈ ദുനിയാവിനോടുള്ള നമ്മുടെ ബന്ധങ്ങൾ കുറയും. ഇമാം ഹസനുൽ ബസ്രി റഹ്മഹുല്ലാ അദ്ദേഹം പറയാ, വല്ലാഹി, അല്ലാഹുവാണ് സത്യം, ലൗ റഅയ്തുമുൻ നാർ ലമാ നിംതും ലൈല, നിങ്ങളിൽ ഒരാൾ നരകത്തെ ഒരു നോക്ക് കണ്ടാൽ, നരകത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാണിച്ചാൽ, ഒരു നോക്ക് നമ്മൾ ആ നരകത്തിന്റെ യാഥാർത്ഥ്യത്തെ ഒരു സെക്കൻഡ് നമ്മൾ ഒരു നോട്ടത്തിലൂടെ മനസ്സിലാക്കിയാൽ, ലമാ നിംതും ലൈല, നിങ്ങൾക്ക് രാത്രി ഉറങ്ങാൻ കഴിയില്ല, നിങ്ങൾക്കൊരിക്കലും പിന്നെ രാത്രി ഉറങ്ങാൻ കഴിയില്ല. നോക്കൂ, ഇമാം സുബൈഹ് ഇബ്നു സമ്മാഖ് റഹിമഹുല്ലാഹ്, മഹാനായ താബീഈങ്ങളിൽപ്പെട്ട പണ്ഡിതൻ, അദ്ദേഹം പറയാ, ലൗ കുശിഫൽ ഇത്താ, നിങ്ങൾക്കുള്ള നിങ്ങളുടെ കണ്ണിന്റെ ആ ഒരു മറ അത് നീങ്ങി എന്ന് വിചാരിക്കൂ, നിങ്ങൾക്ക് നരകത്തെ കാണാൻ സാധിക്കുന്നുണ്ട് എന്ന് വിചാരിക്കും. നിങ്ങൾക്ക് നരകത്തിന്റെ ശിക്ഷകളെ സംബന്ധിച്ചും നരകത്തിന്റെ ആ ചൂടിനെ സംബന്ധിച്ചും ആ തീയെ സംബന്ധിച്ചും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എന്ന് വിചാരിക്കുക. ലമാ ത്വാബത് നഫ്സും ബിനൗമിൻ വലാ ബിത്ത്വആം, നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനും സാധിക്കില്ല, നിങ്ങൾക്ക് പിന്നെ ജീവിതത്തിൽ ഉറങ്ങാനും സാധിക്കില്ല. അത്ര ഭയാനകരമാണ് നരകത്തിലെ രംഗങ്ങൾ എന്ന് പറയുന്നത്, അത്ര ഭയാനകരമാണ് നരകത്തിലെ ചൂട് എന്ന് പറയുന്നത്, നരകത്തിന്റെ ശിക്ഷകളും അപ്രകാരമാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ എന്ന് പറയുന്നത്, ഒരു മനുഷ്യന് ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും നിസ്സാരമായ ശിക്ഷ എന്ന് പറയുന്നത്, ഒരു മനുഷ്യന്റെ കാൽപാദങ്ങളിലേക്ക് നല്ല ചൂടുള്ള 2 തീക്കട്ടകൾ കൊണ്ടുവെക്കും. അവന്റെ കാലിന്റെ അടിയിൽ 2 തീക്കട്ടകൾ കൊണ്ടുവന്ന് വെച്ചു കഴിഞ്ഞാൽ നിമിഷ നേരങ്ങൾക്കുള്ളിൽ അവന്റെ തലച്ചോറ് തിളച്ചു മറിയുമാറ് അവന്റെ ശരീരം ചൂടുകൊണ്ട് വെന്തുരുകുമെന്നാണ്. സഹോദരങ്ങളെ, ഒരു തലവേദന പോലും, ഒരു രാത്രി ഉറങ്ങാതിരുന്നു കഴിഞ്ഞാൽ ഒരു തലവേദന പോലും താങ്ങാൻ കഴിയാത്ത ആളുകളാണ് നമ്മൾ. ഒരു 2 ദിവസത്തെ യാത്ര കഴിഞ്ഞാൽ നമ്മൾ അനുഭവിക്കുന്ന ക്ഷീണം എത്രയാണ്, നമ്മുടെ ശരീരം അനുഭവിക്കുന്ന ക്ഷീണം എത്രയാണ്. അല്പം ദുരിതം പിടിച്ചൊരു യാത്രയിൽ അല്പം പ്രയാസപ്പെടുത്തുന്ന അല്പം വെയിൽ കൊണ്ടാൽ, ഒരു മണിക്കൂർ നിന്ന നിപ്പില് വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ നമ്മൾ അനുഭവപ്പെടുന്ന ക്ഷീണം, നമുക്ക് അനുഭവമുള്ള ക്ഷീണം എത്രയാണ്. ആ നമ്മള് കാലിന്റെ അടിയിൽ 2 തീക്കട്ട വെച്ചുകൊണ്ട് നമ്മുടെ തലച്ചോറ് തിളച്ചു മറിഞ്ഞ് നമ്മൾ വെന്തുരുകുന്ന ഒരവസ്ഥയിൽ, സഹോദരങ്ങളെ, അതാണ് നരകത്തിലെ ഏറ്റവും നിസ്സാരമായ ശിക്ഷ. ആ മനുഷ്യൻ ചിന്തിക്കുന്നത്,
എന്നേക്കാൾ ദുരിതം അനുഭവിക്കുന്ന, എന്നേക്കാൾ ശിക്ഷ ലഭിക്കുന്ന, എന്നേക്കാൾ വേദന അനുഭവിക്കുന്ന ഒരാളും ഈ നരകത്തിലില്ല എന്ന് ആ മനുഷ്യന് തോന്നിപ്പോകുമെന്നാണ്. സഹോദരങ്ങളെ, നരകത്തിൽ ലഭിക്കാനിരിക്കുന്ന ഭക്ഷണം എന്താണ്? നരകത്തിലെ ആളുകളുടെ ശരീരത്തിൽ നിന്നും വെന്തുരുകുന്ന ചലവും പഴുപ്പുമാണ് അവന് കഴിക്കാൻ ലഭിക്കുക. അതാണ് നരകത്തിൽ അവന് കഴിക്കാനുള്ളത്. ഇന്നിന്റെ ഈ ദിവസം ജുമാ നമസ്കാരം കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോകുമ്പോൾ നമുക്ക് കഴിക്കാൻ അവിടെ ഭക്ഷണങ്ങളുണ്ട്. നമുക്കൊരു പക്ഷെ ചിലപ്പോ ഉപ്പിന്റെ കുറവുണ്ടാകാം, കുറച്ച് എരിവ് കൂടിയിട്ടുണ്ടാകാം, ചിലപ്പോ നമ്മൾ ഉദ്ദേശിച്ച ഒരു സ്വാദ് ഭക്ഷണത്തിന് ഉണ്ടായിട്ടുണ്ടാവുകയില്ല. സഹോദരങ്ങളെ, ഇതേ മനുഷ്യൻ, ഇതേ നമ്മൾ നാളെ നരകത്തിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാനുള്ളത് സഖൂം എന്ന വൃക്ഷത്തിൽ നിന്നാണ്. അസ്ലി ജഹന്നം, നരകത്തിന്റെ ഏറ്റവും താഴെത്തട്ടിൽ വളരുന്ന ഒരു മരമാണ് സഖൂം എന്ന് പറയുന്ന മരം. ആ മുള്ളിന്റെ ചെടിയിൽ നിന്നെങ്ങാനും ഒരു തുള്ളി ഈ ദുനിയാവിലേക്ക് വീണിരുന്നെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, സഖൂം എന്ന വൃക്ഷത്തിൽ നിന്ന് ഒരു തുള്ളി എങ്ങാനും ഈ ദുനിയാവിലേക്ക് വീണിരുന്നെങ്കിൽ ഈ ദുനിയാവിലെ മഈശത്ത് മുഴുവൻ നശിച്ചു പോകുമായിരുന്നു എന്നാണ്. സഹോദരങ്ങളെ, അതെങ്ങനെയാണ് ഒരു മനുഷ്യന് കഴിക്കാൻ സാധിക്കുക? അത് കഴിച്ചു പോകുന്ന ഒരു രംഗമുണ്ട്. ഏതൊരു മനുഷ്യനും ആ സഖൂമിന്റെ ചെടി കാണുമ്പോ ആ സഖൂമിന്റെ പഴങ്ങൾ എന്ന് പറയുന്നത് ശൈത്താന്മാരുടെ തല പോലെയാണ് ഇരിക്കുന്നത് എന്നാണ്. മുള്ള് നിറഞ്ഞ ആ ചെടി അതൊരു മനുഷ്യൻ കഴിക്കുമ്പോ അതവന്റെ തൊണ്ടയിൽ കുടുങ്ങി അവൻ ഇറക്കാൻ കഴിയൂല എന്നാണ്. ഇങ്ങനെയാണ് അവനത് കഴിക്കുക. അത്യധികം വിശപ്പും അത്യധികം ദാഹവും നിമിത്തം അവന് കഴിക്കാൻ കിട്ടുന്നത് അത് മാത്രമാണ്. സഹോദരങ്ങളെ, അത് ആസ്വദിക്കാൻ എങ്ങനെയാണ് ഒരു മനുഷ്യന് കഴിയുക? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഫദൂഖു അദാബ ജഹന്നം ഫദൂഖു ബിമാ നസീതും. നിങ്ങൾ മറന്നത് നിമിത്തം, നിങ്ങൾ ജീവിതത്തിൽ സീരിയസ് അല്ലാത്തത് നിമിത്തം, നിങ്ങൾ പല ഹറാമിന്റെയും വിഷയത്തിൽ സീരിയസ് അല്ലാതിരുന്നത് കൊണ്ട്, നിങ്ങൾ പല ഹലാലും ഹറാമും നോക്കുന്നിടത്ത് നിങ്ങൾ താന്നു കൊടുത്തത് കൊണ്ട്, നിങ്ങൾ ദീനിന്റെ പല വിഷയങ്ങളിലും ആ ഗൗരവം കാണിക്കാതിരുന്നതുകൊണ്ട് ഫദൂഖു, ആസ്വദിച്ചുകൊള്ളൂ. എന്താണ് സഹോദരങ്ങളെ അവിടെ ആസ്വദിക്കാനുള്ളത്? നരകക്കാരുടെ ശരീരത്തിൽ നിന്ന് ഒലിച്ചു വരുന്ന ആ പഴുപ്പും ആ രക്തവും കുടിക്കലാണ് അവൻ ആസ്വദിക്കാനുള്ളത്. സഖൂം എന്ന മുള്ളിന്റെ ചെടി തൊണ്ടയിൽ ഇങ്ങനെ കുടുങ്ങിക്കിടക്കുന്നതാണ് അവൻ ആസ്വദിക്കാനുള്ളത്. അവന്റെ തലച്ചോറ് തിളച്ചു മറിയുന്നതാണ് അവൻ ആസ്വദിക്കാനുള്ളത്. കഗല്യിൽ ഹമീം, അവന് കുടിക്കാൻ കിട്ടുന്നത് ഹമീമിന്റെ വെള്ളമാണ്. തിളച്ചു മറിയുന്ന വെള്ളമാണ് അവന് കുടിക്കാനുള്ളത്. അതവന്റെ തലയിലൂടെ ഒഴിച്ചു കഴിഞ്ഞാൽ നിമിഷ നേരങ്ങൾക്കുള്ളിൽ അവന്റെ തലയോട്ടി പോലും ഉരുകിയിറങ്ങുന്ന ആ ഒരു വെള്ളമാണ് അവനോട് ആസ്വദിക്കാൻ പറയുക. ഫിൽബുത്തൂൻ, അവന്റെ വയറുകളിലേക്ക് അത് ചെന്നു കഴിഞ്ഞാൽ നിമിഷ നേരങ്ങൾക്കുള്ളിൽ അവന്റെ കുടലുകൾ വെന്തുരുകി പുറത്തേക്ക് വരുമെന്നാണ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുക, ഫദൂഖു ബിമാ നസീതും, നീ ആസ്വദിച്ചുകൊള്ളൂ എന്ന്. സഹോദരങ്ങളെ, നരകത്തിന്റെ ഏറ്റവും ചെറിയ ശിക്ഷ പോലും, നരകത്തിന്റെ ഏറ്റവും ചെറിയ കാറ്റ് പോലും, അതുപോലും ആസ്വദിക്കാൻ കഴിയുന്ന ആളുകളല്ല നമ്മൾ. അതുപോലും തരണം ചെയ്യാൻ കഴിയുന്ന രൂപത്തിലല്ല നമ്മൾ ഉണ്ടാവുക. നമുക്കറിയാം, ഇവിടുത്തെ വേനൽക്കാലങ്ങളെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഈ ഭൂമിയിൽ നിങ്ങൾ അനുഭവിക്കുന്ന ചൂട്, എന്താണ് ആ ചൂടിന് കാരണം? വേനലിന്റെ സമയത്ത് നമ്മൾ പറയും അവിടെ 40 ഡിഗ്രിയാണ്, പാലക്കാട് 50 ഡിഗ്രിയാണ്, ഇന്ന രാജ്യത്ത് ഇത്ര ഡിഗ്രിയാണ്. ആ ഡിഗ്രിയിലൊക്കെ നിന്ന് പണിയെടുക്കുന്ന ആളുകൾ, ആ സ്ഥലത്തൊക്കെ യാത്ര ചെയ്യുന്ന ആളുകൾ, അവിടെയൊക്കെ AC ഇടാതെ ഒരു റൂമിൽ ഇരിക്കുന്ന ആളുകൾ, എത്ര വലിയ ചൂടായിരിക്കും അവർ അനുഭവിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ഈ ഭൂമിയിൽ നിങ്ങൾ അനുഭവിക്കുന്ന ഏറ്റവും കഠിനമായ ചൂട്, ഈ വേനൽക്കാലത്ത് നിങ്ങൾക്ക് വരുന്ന ചൂട് എന്ന് പറയുന്നത് നരകം വർഷത്തിൽ ഒരിക്കലെടുക്കുന്ന ഒരു നിശ്വാസമാണ്. നരകത്തെ 3 നേരവും മാലിക് റഹ്മത്തുള്ളയുടെ നേതൃത്വത്തിൽ, നരകത്തിന്റെ കാവൽക്കാരനാണ് മാലിക് എന്ന മലക്ക് റഹ്മത്തുള്ള, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ മലക്കുകൾ എല്ലാവരും 3 നേരവും നരകം ഇങ്ങനെ കത്തിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. നരകത്തിന് ഇങ്ങനെ ഇന്ധനങ്ങൾ കൊടുത്തുകൊണ്ട് 3 നേരവും ഒരു ദിവസം ഇങ്ങനെ നരകം കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്പമൊന്ന് ചൂട് കുറഞ്ഞാൽ അപ്പൊ തന്നെ ഇന്ധനം ഒഴിച്ചുകൊണ്ട് ആ നരകത്തിനെ ഇങ്ങനെ ചൂടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ നരകം ഇങ്ങനെ ചൂട് കാരണം പൊട്ടിപ്പിളരുമാർ, ആ നരകം ഇങ്ങനെ പൊട്ടിത്തകരുമാർ ഇങ്ങനെ വരുമ്പോ അത് അള്ളാഹുവിനോട് ഒരു അനുവാദം ചോദിക്കുമെന്ന് ശ്വാസം എടുക്കാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിന് അനുവാദം കൊടുക്കും. ആ ശ്വാസം ഒന്നെടുക്കാൻ അനുവാദം കൊടുക്കുമ്പോ ആ നരകം ഒന്ന് നെടുവീർപ്പിടും. നമ്മളൊക്കെ ഇങ്ങനെ ശ്വാസം പിടിച്ചു വെച്ചിട്ട് ഇങ്ങനെ ഹാ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ശ്വാസം വിടല്ലോ. നരകം അങ്ങനെ ഒരു ശ്വാസം വിടുന്നതിന്റെ ഒരു ചെറിയ അംശമാണ് ഈ ഭൂമിയിലേക്ക് നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ചൂട് എന്ന് പറയുന്നത്. സഹോദരങ്ങളെ,
അതുപോലും താങ്ങാൻ കഴിയുന്ന ആളുകളല്ല നമ്മൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ആ ചൂടിനെ സംബന്ധിച്ചും അതിന്റെ ശിക്ഷയെ സംബന്ധിച്ചും അവിടുത്തെ ഭക്ഷണത്തെ സംബന്ധിച്ചും അവിടുത്തെ വസ്ത്രങ്ങളെ സംബന്ധിച്ചും അവിടെ നിങ്ങൾ അനുഭവിക്കാനിരിക്കുന്ന ദുരിതങ്ങളെ സംബന്ധിച്ചും ഒക്കെ നിങ്ങളൊന്ന് യഥാർത്ഥത്തിൽ ഇതിന്റെ ഹഖീഖത്ത് നിങ്ങളൊന്ന് അറിഞ്ഞിരുന്നെങ്കിൽ, നിങ്ങളുടെ മനസ്സിലൂടെ അതിന്റെ രംഗങ്ങളൊന്ന് പാഞ്ഞിരുന്നുവെങ്കിൽ, ദുനിയാവിന്റെ പല വിഷയങ്ങളിലും നിങ്ങൾക്ക് ഈ കാണുന്ന ഒരു ആവേശമല്ല നിങ്ങൾക്കുണ്ടാവുക എന്നാണ്. സഹോദരങ്ങളെ, അതുകൊണ്ട് ഏറെ ഗൗരവത്തോടുകൂടി വേണം നമ്മൾ നരകത്തെ കാണാൻ, നരകത്തിന്റെ ശിക്ഷയെ സംബന്ധിച്ച് നമ്മൾ ഓർക്കാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വിഭാഗം ആളുകളെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആനിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. 24-ാം അധ്യായം സൂറത്തുൻ നൂറിന്റെ 37-ാമത്തെ ആയത്തിൽ, റിജാലുൻ ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹ്. ചില മനുഷ്യന്മാരുണ്ട്, ലാ തുൽഹീഹിം, അവരെ അശ്രദ്ധനാക്കുകയില്ല. ആ മനുഷ്യനെ ഒരാളും ഒന്നും തന്നെ അശ്രദ്ധനാക്കുകയില്ല. വലാ ബൈഉൻ വലാ തിജാറത്തുൻ, അവന്റെ കച്ചവടങ്ങളാകട്ടെ അവന്റെ ഇടപാടുകളാകട്ടെ, അൻ ദിക്രില്ലാഹ്, അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്നതിനെ തൊട്ട്, അള്ളാഹുവിനെ സ്മരിക്കുന്നതിനെ തൊട്ട്, അള്ളാഹുവിനെ ഓർക്കുന്നതിനെ കുറിച്ച് അവന്റെ കച്ചവടമോ അവന്റെ ഇടപാടുകളോ അവന്റെ കുടുംബജീവിതങ്ങളോ അവന്റെ പ്രയാസങ്ങളോ ഒന്നും, അവന്റെ ഒരു നമസ്കാരത്തെയും അവന്റെ ഒരു നോമ്പിനെയും അവന്റെ ഒരു ഇബാദത്തിനെയും ഒരു സ്വതക്കയെയും അത് തടസ്സപ്പെടുത്തുകയില്ല, അശ്രദ്ധനാക്കുകയില്ല. അത് എന്തിന്റെ വിഷയമായിക്കൊള്ളട്ടെ, ഏതേത് ഇബാദത്തുകളുടെ വിഷയമായിക്കൊള്ളട്ടെ, അവനെ ഒന്നിനും തടുക്കാൻ കഴിയുകയില്ല. എന്താണ് കാരണം എന്നറിയോ? ആയത്തിന്റെ ബാക്കി ഭാഗം, യഖാഫൂന യൗമൻ, അവനൊരു ദിവസത്തെ ഭയപ്പെടുന്നുണ്ട്, തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ, അവന്റെ ഹൃദയങ്ങൾ കുലുങ്ങി മറിയുന്ന, അവന്റെ കണ്ണുകൾ തള്ളിപ്പോകുന്ന ഒരു ദിവസത്തെ സംബന്ധിച്ച് അവൻ പേടിയിലാണ്. ഇബ്നു കസീർ റഹ്മഹുല്ലാ ആയത്തിന് കൊടുക്കുന്ന വിശദീകരണത്തിൽ അദ്ദേഹം പറയാ, തർതഫിഉ ഖുലൂബുഹും ഇലാ ഹനാജിരിഹിം, അവന്റെ ഹൃദയം എന്ന് പറയുന്നത് അവന്റെ തൊണ്ടക്കുഴി വരെ എത്തുമെന്നാണ്. അവന്റെ ഹൃദയം ഭയം നിമിത്തം, ഇത് നാളെ നരകത്തിന് സംഭവിക്കാനിരിക്കുന്ന വിഷയമല്ല, ഇത് നാളെ ഹിസാബിന്റെ സമയത്ത് ഒരു മനുഷ്യൻ നേരിടേണ്ടി വരുന്ന ഏറ്റവും പ്രയാസകരമായ ഘട്ടമല്ല. ആ മനുഷ്യൻ പേടിക്കുകയാണ് ആ ദിവസത്തെ. ആ ദിവസത്തിൽ അവൻ ഉണ്ടാകുന്ന ഭയാനകരമായ രംഗം അവന്റെ മനസ്സിലൂടെ വരികയാണ്. തർതഫിഉ ഖുലൂബുഹും ഇലാ ഹനാജിരിഹിം, അവന്റെ ഹൃദയം അവന്റെ തൊണ്ട വരെ എത്തിയിട്ടുണ്ട് പേടി നിമിത്തം. എന്നിട്ടോ ഫതശ്ഖസു അബ്സാറുഹും മിനൽ ഫസഅ, ഭീതി ഉളവാക്കുന്ന ആ രംഗങ്ങൾ അവന്റെ മനസ്സിലൂടെ ഇങ്ങനെ പായുമ്പോ അള്ളാഹുവിന്റെ മുമ്പിൽ അവൻ ഇങ്ങനെ വിറച്ചുകൊണ്ട്, പേടിച്ച് വിറച്ച് അള്ളാഹുവിന്റെ മുമ്പിൽ അവൻ നിൽക്കുന്ന രംഗം ഓർക്കുമ്പോ അവന്റെ കണ്ണിങ്ങനെ തള്ളി പുറത്തേക്ക് വരും. സഹോദരങ്ങളെ, ഇബ്നു ഹജർ അൽ-അസ്ഖലാനി റഹ്മഹുല്ലാ നമ്മൾ മുമ്പ് ധരിച്ച ഹദീസിന്റെ ബാക്കി ഭാഗത്ത് അദ്ദേഹം പറയാ, അൽ മഖ്സൂദു മിനൽ ഹദീസ്, ആ ഹദീസിൽ ഒരു വിഷയമുണ്ട്, ഖത്ഉ തഅല്ലുഖി ബിദ്ദുനിയ, ഈ ദുനിയാവുമായുള്ള നിങ്ങളുടെ ബന്ധം വിടലാണ്, വ ഇസാലത്തുൽ ഗഫ്ല, നിങ്ങളുടെ അശ്രദ്ധക്കുള്ള പരിഹാരം എന്ന് പറയുന്നത് ദുനിയാവുമായുള്ള ബന്ധം വിച്ഛേദിക്കലാണ്. ഈ ദുനിയാവുമായുള്ള അമിതമായ നിങ്ങളുടെ സന്തോഷം, അമിതമായുള്ള നിങ്ങളുടെ ജോലിയോടുള്ള നിങ്ങളുടെ ഭ്രമം, സമ്പത്തിനോടുള്ള നിങ്ങളുടെ ആർത്തി, സമ്പാദിച്ചു കൂട്ടണം, മേടിച്ചു കൂട്ടണം, കരുതി കൂട്ടി വെക്കണം എന്നുള്ള നിങ്ങളുടെ ചിന്തകൾ, അതെന്നാണോ കുറയുന്നത്, നിങ്ങളുടെ ഇബാദത്തിന് നിങ്ങൾക്കുണ്ടാകുന്ന ഗഫ്ലത്തും നിങ്ങൾക്കുണ്ടാകുന്ന അശ്രദ്ധയും നിങ്ങളുടെ മടിക്കുമൊക്കെ പരിഹാരം ആ ബന്ധം വിച്ഛേദിക്കലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. أصلي وأسلم على سيد الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين. أما بعد. നമ്മുടെ ദുനിയവിയായ ജീവിതത്തിലും അതിൻ്റെ എല്ലാ രംഗങ്ങളിലും ദീനുമായി ബന്ധപ്പെട്ട് നമ്മുടെ എല്ലാ വിഷയങ്ങളിലും നമുക്കൊരു വഖാർ, ഒരു ഗൗരവം ഉണ്ടാകാൻ, നമ്മുടെ ഇബാദത്തുകൾക്കും നമ്മുടെ പരിശുദ്ധ ഖുർആനിന്റെ പാരായണങ്ങൾക്കും നമ്മുടെ നമസ്കാരങ്ങൾക്കും എല്ലാത്തിനും ഒരു അർത്ഥമുണ്ടാകാൻ അതിന് ഏറ്റവും സഹായകരമാകുന്ന വിഷയമാണ് നരകത്തെക്കുറിച്ച് ഓർക്കലും ഖബർ ശിക്ഷയെക്കുറിച്ച് ഓർക്കലും നരകത്തിന്റെ ശിക്ഷയെ സംബന്ധിച്ചും ആ കാഠിന്യത്തെ സംബന്ധിച്ചും ഒക്കെ ഓർക്കൽ. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില മനുഷ്യന്മാരെ പറ്റി പരിശുദ്ധ ഖുർആനിൽ നമുക്ക് വിവരിച്ചു തരിക. 10-ാം അധ്യായം സൂറത്ത് യൂനുസിന്റെ 7-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, ഇന്നല്ലദീന ലാ യർജൂന ലിഖാഅന, ചില ആളുകളുണ്ട്
ലാ യർജൂന ലിഖാഅന, അവരെന്നെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്നേയില്ല. അങ്ങനെ ഒരു ചിന്ത പോലും അവരുടെ മനസ്സിലില്ല. അവരുടെ മനസ്സിൽ മരണമില്ല, അവരുടെ മനസ്സിൽ ഖബർ ജീവിതമില്ല, അവരുടെ മനസ്സിൽ ഹിസാബുകളില്ല, നരകമില്ല, വിചാരണയില്ല, ഇതൊന്നും അവരുടെ മനസ്സിലില്ല. ലാ യർജൂന ലിഖാഅന, അവരെന്നെ കണ്ടുമുട്ടണം എന്ന ഒരു ആഗ്രഹമേ അവരുടെ മനസ്സിലില്ല. അവരുടെ പ്രത്യേകത എന്താണെന്നറിയുമോ? വറദൂ ബിൽ ഹയാത്തി ദുനിയ, അവർ ദുനിയാവിന്റെ ജീവിതത്തിൽ തൃപ്തരാണ്. ഞാൻ ഓക്കെയാണ്, എനിക്ക് ഓക്കെയാണ്, എനിക്കിവിടെ ഓക്കെയാണ്, ഞാനും എൻ്റെ ഈ ജോലിയും എൻ്റെ ഈ കുടുംബവും എൻ്റെ ഈ കുറച്ച് കാര്യങ്ങളും കുറച്ച് തിരക്കുകളും ഒക്കെ ആയിട്ട് ഞാൻ ഓക്കെയാണ്. ഇതിൻ്റെ അപ്പുറത്തേക്കൊന്നും ഞാൻ ആലോചിക്കുന്നില്ല. ഞാനിപ്പോൾ ആസ്വദിക്കുകയാണ്, ഞാനിപ്പോൾ ആസ്വദിക്കുന്ന സമയമാണ്. വറദൂ ബിൽ ഹയാത്തി ദുനിയ വത്മഅന്നു ബിഹാ, അവരുടെ ഹൃദയങ്ങൾ സമാധാനമടഞ്ഞിരിക്കുകയാണ്. അവരുടെ ഹൃദയങ്ങൾ സമാധാനത്തിലാണ്, അവർക്ക് ടെൻഷനില്ല. അവർ കളിയും ചിരിയും തമാശയും ഒക്കെയായി ജീവിതം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. അവർ സമാധാനത്തിലാണ്. വല്ലദീന ഹും അൻ ആയാതിനാ ഗാഫിലൂൻ, അവരുടെ പ്രത്യേകത എന്താണെന്നറിയോ? അൻ ആയാതിനാ ഗാഫിലൂൻ, അവർ അല്ലാഹുവിന്റെ ആയാത്തുകളെ തൊട്ട്, അല്ലാഹുവിന്റെ വചനങ്ങളെ തൊട്ട് ഗാഫിലൂൻ, അവർ അശ്രദ്ധയിലാണ്. അവർക്ക് നരകമില്ല, ഹിസാബിനെ സംബന്ധിച്ചുള്ള ചിന്തയില്ല, നരകത്തിന്റെ ശിക്ഷകളെ സംബന്ധിച്ചോ, ആ സിറാത്ത് പാലത്തിലൂടെ ഞാൻ നടന്നിങ്ങനെ നീങ്ങുമ്പോ ആ നരകത്തിലേക്ക് വീഴേണ്ടവനാണോ ഞാൻ? അതല്ല, ഈ സിറാത്ത് പാലവും കടന്ന് അപ്പുറത്തെത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്ത ആളുകളുടെ കൂട്ടത്തിലാണോ ഞാൻ ഉണ്ടാവുക? എന്റെ കാലിന്റെ അടിയിലൂടെ ആ നരകം കത്തിക്കാളുമ്പോ ഒരു വേള ഞാൻ ഇരുന്ന് ചിന്തിക്കും, ഞാൻ ഒഴിവാക്കിയ സമയങ്ങൾ, ഞാൻ പാഴാക്കിയ എന്റെ ജീവിതത്തിലെ പല നിമിഷങ്ങളും ദിക്റുകൾ ചെയ്യാൻ, വിശുദ്ധ ഖുർആനിന്റെ പാരായണങ്ങൾ നടത്താൻ, പല മേഖലകളിലും ഇടപെടാനിരുന്നിട്ടും ഞാൻ പാഴാക്കിയ എന്റെ സമ്പത്തിനെ സംബന്ധിച്ചൊക്കെ ഒരു വേള അവന്റെ ഹൃദയത്തിലൂടെ ഒരു ചിന്തയുണ്ടാകും. വല്ലദീനഹും അൻ ആയാതിനാ ഗാഫിലൂൻ, ചില ആളുകൾ അതിനെ സംബന്ധിച്ച് അശ്രദ്ധരാണ്. അവരുടെ പ്രത്യേകത എന്താണ്? ദുനിയാവുമായി അവരുടെ ഹൃദയം വല്ലാതെ ബന്ധം ചേർന്നിരിക്കുകയാണ്. വല്ലാതെ ഒരു ദുനിയാവിനോട് വല്ലാത്ത ഒരു ഭ്രമവും വല്ലാത്ത ഒരു പ്രേമവുമാണ് അവർക്ക് ദുനിയാവിനോടുള്ളത്. ഇമാം ഹസൻ അൽ ബസ്രി റഹ്മത്തുള്ളാഹി അദ്ദേഹം ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറയാ, ഇന്നമാ യഖ്ശഉൽ ഖൽബ്, ഖൽബിന്റെ ഖുശൂ എന്ന് പറയുന്നത്, ഖൽബിന് ഒരു ഖുശൂഉം അല്ലാഹുവിനോട് ഒരു ഭയപ്പാടും നമ്മുടെ ഇബാദത്തുകളിൽ ഒരു അർത്ഥമുണ്ടാകലും ഇഖ്ലാസ് കൊണ്ടാകലും ഒക്കെ ഇദാ റജാ ലിഖാ അല്ലാഹ്, അല്ലാഹുവിനെ ഞാൻ കണ്ടുമുട്ടണം എന്ന പ്രതീക്ഷയിൽ നിന്നാണ് ഇബാദത്തുകൾക്ക് ഒരു അർത്ഥമുണ്ടായി വരിക. അലാ ഖദ്രി റിജാഇൽ അബ്ദ്, റജാഇൽ അബ്ദ്, ഒരു അടിമയുടെ ആ ഒരു പ്രതീക്ഷയുടെ കണക്ക്, അത് ആ കണക്കിനെ നമ്മൾ, ആ തോതിനെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കും? ലിഖാഇ റബ്ബിഹി, അവന്റെ റബ്ബിനെ കണ്ടുമുട്ടുന്ന ആ വിഷയത്തിൽ അവൻ എത്രത്തോളം ആഗ്രഹമുണ്ട് എന്ന് നമ്മൾ എങ്ങനെ മനസ്സിലാക്കും? യകൂനു ഖുശൂഉഹു വഹയാഉഹു, ആ തോതാണ് നമുക്ക് മനസ്സിലാക്കി തരിക. നമുക്ക് എത്ര ഖുശൂ ഉണ്ട്, നമുക്ക് എത്ര ലജ്ജയുണ്ട്, നമ്മൾ അല്ലാഹുവിന്റെ വിഷയത്തിൽ എത്ര സീരിയസ് ആണ് എന്നൊക്കെ മനസ്സിലാക്കേണ്ടത് നമ്മൾ അല്ലാഹുവിനെ കണ്ടുമുട്ടണം. ഓരോ സ്റ്റെപ്പ് എടുത്തു വെക്കുമ്പോഴും, ഓരോ സംസാരങ്ങൾ സംസാരിക്കുമ്പോഴും ഇതെന്റെ റബ്ബിന് തൃപ്തിപ്പെട്ടിട്ടുണ്ടോ? ഓരോ ഇബാദത്തുകളിലും ഇതെന്റെ റബ്ബിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ? ഓരോ സെക്കൻഡിലും ഞാൻ ഇതിന് മറുപടി പറയേണ്ടവനാണ് എന്ന ഒരു ചിന്ത ഉള്ളിൽ ഉണ്ടാകുമ്പോ, ആ നരകത്തെ സംബന്ധിച്ച് ഈ ഹറാമിലേക്ക് ഞാൻ നോക്കുമ്പോ, ഈ നോക്കണ്ടാത്ത ഒരു നോട്ടത്തിലേക്ക് ഞാൻ നോക്കുമ്പോ, ഈ നോട്ടം കാരണം ഞാൻ നാളെ നരകത്തിൽ അനുഭവിക്കാനിരിക്കുന്ന ശിക്ഷയുടെ വേദന താങ്ങാൻ അതിന് കെൽപ്പുള്ളവനല്ല ഞാൻ എന്ന ഒരു ചിന്തയിലാണ് ഹറാമുകൾ അവൻ ഒഴിവാക്കാൻ കഴിയുക. പാഴാക്കി കളയുന്ന ഖുശൂ ഇല്ലാത്ത നമസ്കാരങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ അവൻ ഓർക്കും, ഈ നമസ്കാരത്തിന്റെ പേരിൽ നരകത്തിൽ ഞാൻ അനുഭവിക്കാനിരിക്കുന്ന ശിക്ഷ താങ്ങാൻ കഴിയുന്നവനല്ല ഞാൻ. അതുകൊണ്ട് എന്റെ നമസ്കാരത്തിന് കൂടുതൽ ശ്രദ്ധയുണ്ടാകണം, എന്റെ നമസ്കാരത്തിൽ കൂടുതൽ ഖുശൂ ഉണ്ടാകണം എന്നൊരു ചിന്തയിലാണ് നരകത്തെ സംബന്ധിച്ചുള്ള ശിക്ഷകളെ സംബന്ധിച്ചുള്ള അവന്റെ പേടിയാണ് അവനെ ജീവിതത്തിലുടനീളം ജാഗരൂകരാക്കി നിർത്തേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള ആളുകളുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വന്നു പോകുന്ന ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ. നാളെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുന്ന ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. റബ്ബനാ അസ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമാ ഇന്നഹാ സാഅത് മുസ്തഖറൻ വ മുഖാമാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വഅഖിമിസ് സ്വലാ.